ഹായ് ഹലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നാടൻ കാക്കപ്പൂവ്. വയലറ്റ് കളറാണ്. അതിൻ്റെ ഉൾഭാഗത്ത് ഒരു ചെറിയൊരു മഞ്ഞ ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നാടൻ ആയതുകൊണ്ട് തന്നെ ഇതിന് അസുഖങ്ങളൊന്നും അങ്ങനെ വന്ന് കണ്ടിട്ടില്ല കേട്ടോ. ഇൻഫെക്ഷൻസൊക്കെ വളരെ കുറവാണ് വരാറ്. സാധാരണ നമ്മൾ വാങ്ങി വയ്ക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റിക്കൊക്കെ പെട്ടെന്നൊരു ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് കേടായിപ്പോവും. പക്ഷെ നാടൻ അങ്ങനെയല്ല, കുറേ കാലം ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. അധികം ഹൈറ്റ് വെക്കത്തില്ല. അതുപോലെ നമുക്ക് ഹാങ് ചട്ടിയിലോ അല്ലെങ്കിൽ സാധാരണ നിലത്തോ അല്ലെങ്കിൽ വേറെ ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഈസിയാണ് കേട്ടോ. നല്ല കുറ്റിച്ചെടി പോലെ നല്ലൊരു ചെടിയായിട്ട് വളർന്നോളൂ കേട്ടോ. ഇടയ്ക്ക് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാം. പിന്നെ അധികം കെയറൊന്നും വേണ്ട. ചാണകവെള്ളമോ അല്ലെങ്കിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ടാൽ മതിയാവും. അതല്ല ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇത്രയും തന്നെ ഫ്ലവറൊക്കെ ഉണ്ടാവും കേട്ടോ. കുറച്ചും കൂടി ഫ്ലവർ കിട്ടണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം ഫ്ലവർ നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ഇലയും തണ്ടുമ്മിലൊക്കെ ഒരു റെഡ് ഷെയ്ഡ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു വെറൈറ്റിയും കൂടിയാണ് ഇത്. ഇപ്പം നമുക്ക് ചട്ടി നിറയെ ഇതുപോലെ തിക്കായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ചട്ടിയിൽ തന്നെ ഒരു 10-15 തണ്ടെങ്കിലും നട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കിതുപോലെ നല്ല തിങ്ങി വളർന്ന് നമുക്കിത് കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു വെറൈറ്റിക്ക് വിത്ത് കിട്ടൽ വളരെ റെയറാണ്. തണ്ടാണ് കട്ട് ചെയ്തിട്ട് കുഴിച്ചിടുന്നത്. നല്ല രീതിയിൽ തന്നെ വളർന്നു വരും കേട്ടോ. വിത്ത് കിട്ടൽ വളരെ കുറവാണ് കേട്ടോ. 1-2 വിത്ത് കിട്ടിയാലായി. അതങ്ങനെ കാണാറില്ല കേട്ടോ. അപ്പം ഇതെവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണ്ട് കട്ട് ചെയ്തിട്ട് മുളപ്പിച്ചെടുക്കുകയാണ് നല്ലത്. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ അസുഖങ്ങളൊന്നും പെട്ടെന്നൊന്നും വരില്ല. നല്ല വെയിലുണ്ടെങ്കിൽ നല്ലോണം പൂവിടും കേട്ടോ. ഇത് നല്ല വെയിലത്താണ് ഇരിക്കുന്നത്. അപ്പം ഡെയിലി നല്ലോണം പൂവുണ്ടാവും. ഒരു ദിവസം ഒരു പൂവെങ്കിലും ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെയാണ് നാടൻ കാക്കപ്പൂവ്.